കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യം ആകുന്നു. ഇവിടെ നമ്മൾ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിനകത്ത് വരുന്ന ഒരുപാട് ക്യാരക്ടർ അല്ലെങ്കിൽ ഒരുപാട് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്ന സ്വഭാവ സവിശേഷതകൾ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, അല്ലേ? അതിൽ ഒരു വാക്കാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത എന്ന് പറയുന്നത്, അല്ലേ? അപ്പം എന്താണ് ദൈവത്തിൻ്റെ വിശ്വസ്തത? അത് അൺകണ്ടീഷണലായിട്ട് നമുക്ക് ലഭ്യമാകുന്നതാണ്. നമ്മൾ ഇന്ന് ആയിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മുടെ സ്തോത്രം. ഒരുപക്ഷെ ചില ആൾക്കാർ ചിന്തിക്കും നമ്മുടെ വിശുദ്ധീയത കൂടുതൽ കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കൊണ്ടാണ്, നമ്മുടെ ഉപവാസം കൊണ്ട്. ഇതെല്ലാം സ്പിരിച്വൽ മേഖലയ്ക്കകത്ത് അല്ലെങ്കിൽ ആത്മീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ദൈവത്തോട് നമ്മളെ അടുപ്പിച്ച് നിർത്തുന്ന ഘടകങ്ങളാണ്. പക്ഷേ അത് മാത്രം കൊണ്ട്, കാര്യം ദൈവത്തെ നമുക്ക് പൂർണ്ണമായി പ്രസാദിപ്പിക്കുക എന്നുള്ളത് പ്രയാസകരമായ ഒരു കാര്യമാണ്. പക്ഷേ നമ്മളെക്കൊണ്ടാകുന്നിടത്തോളം, അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് കഴിയുന്നിടത്തോളം ദിവസം ഇരിക്കാനും പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും വചനം ധ്യാനിക്കാനും ഒക്കെ നമുക്ക് കഴിയണമെന്നുള്ളത് ഒരു ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം. അപ്പം നമ്മൾ എന്തെല്ലാം ചെയ്താലും അതൊന്നും പൂർണ്ണമല്ല. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതെല്ലാം അപൂർണതകൾ നിറഞ്ഞൊരു സാഹചര്യം നമുക്കുണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് എത്തുവാൻ ശ്രമിക്കാം. നമുക്ക് അങ്ങനെ ആകാൻ കഴിയുമോ എന്നുള്ളത് സ്തോത്രം ദൈവമാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് നൽകി തരേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒരുപക്ഷെ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കും. അത് ദൈവസന്നിധിയിൽ പൂർണ്ണമാണോ എന്നുള്ളത് ദൈവം തെളിയിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള പല വിഷയങ്ങളും അതിനകത്തുണ്ട്. എന്നാൽ നമ്മൾ എന്തിലൊക്കെ അപൂർണതയുണ്ടോ അതിലെല്ലാം പെർഫെക്റ്റായിട്ട് നിൽക്കുന്ന ഒരു തലമാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയോ നമ്മുടെ ഉപവാസമോ നമ്മുടെ വിശുദ്ധിയോ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും പ്രവൃത്തികളോ ഒന്നുമല്ല നമ്മളെ നിർത്തുന്നത്. അല്ല, ദൈവത്തിന് നമ്മോട് തോന്നിയ വിശ്വസ്തതയാണ് നമ്മൾ നിൽക്കുന്നതിന് കാരണമാകുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്, നാം അവിശ്വസ്തരായി തീർന്നാലും. അത് എന്നെ കേൾക്കുന്ന ദൈവമക്കൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾക്കൊത്ത വിധം നമുക്ക് ദൈവത്തോട് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ദൈവത്തോട് അങ്ങോട്ട് ചോദിക്കാം, അത് വേണം, ഇത് വേണം, ഇന്നതെനിക്ക് നൽകി തരണം എന്നൊക്കെ നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ച്, നമ്മൾ ദൈവത്തിന് വേണ്ടി എന്താ ചെയ്യുന്നത്? നമ്മൾ ദൈവത്തിന് വേണ്ടി എന്താ പ്രവർത്തിക്കുന്നത്? ആ പ്രവൃത്തിക്കകത്ത് പൂർണ്ണതയുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? അതിനാണ് ഇവിടെ തിമോഥെയോസിനോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നാം അവിശ്വസ്തരായി മാറിയാലും ദൈവം വിശ്വസ്തനായി പാർക്കുന്നു, അവൻ്റെ സ്വഭാവത്തെ ആർക്കും ത്യജിക്കുവാൻ കഴിയുകയില്ല. സ്തോത്രം. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരികയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. റോമാലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 3-ാം അധ്യായത്തിൽ 3-ാമത് വാക്യത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല. സ്തോത്രം. അപ്പം ചിലർ അവിശ്വസിച്ചെന്ന് പറഞ്ഞ്, ചിലർ വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് എന്തില്ല? നീക്കം വരത്തില്ല. യോഹന്നാൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ സഖറിയാവ് വിശ്വസിച്ചില്ല. സ്തോത്രം. പക്ഷേ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വന്നു? ഇല്ല. അത് തക്ക സമയമായതുകൊണ്ട് യോഹന്നാൻ വന്നു തന്നെയാകണമെന്നുള്ളത് കൊണ്ട് സഖറിയാവിനോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ അത് നിവർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടവന്നു, അല്ലേ? അങ്ങനെയെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ ഞാൻ പറയാം, നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുന്നില്ല എന്ന് നമ്മൾ നിശ്ചയമായി മനസ്സിലാക്കേണ്ടതാണ്. 12-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഇന്ന് നമ്മൾ ലോകത്തിലേക്കും നോക്കുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, ഭക്തന്മാരും വിശ്വസ്തന്മാരും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അങ്ങനെ ആയാലും
ശ്രമിച്ചാലും ദൈവത്തിൻ്റെ സ്വഭാവത്തിന്, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരികയില്ല. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, വിശ്വസ്തരായിരിക്കാൻ ശ്രമിക്കുക, ഭക്തനായിരിക്കാൻ ശ്രമിക്കുക. പക്ഷേ നമ്മൾ അവിശ്വസ്തരായാലും, നമ്മൾ വിശ്വസിച്ചില്ലേലും ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വന്നില്ല. ലാസറിൻ്റെ ഉയർപ്പിന് മറിയയുടെയും മാർത്തയുടെയും വിശ്വാസം ദൈവത്തിന് അനിവാര്യമായിരുന്നു. പക്ഷെ അവർ വിശ്വസിച്ചോ? ഇല്ല. കാര്യം പ്രൈസല, അവരുടെ ആ വിശ്വാസം പരിമിതമായിരുന്നു. സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ കരം അവിടെ ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടവന്നു. അങ്ങനെയെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ഭാരപ്പെട്ടു പോകേണ്ട, തളർന്നു പോകേണ്ട, ക്ഷീണിച്ചു പോകേണ്ട. നമ്മൾ വിശ്വസിച്ചാലും നമ്മുടെ വിശ്വാസത്തിന് പരിമിതികളുണ്ടെങ്കിലും ദൈവത്തിൻ്റെ പ്രവൃത്തി ആഴമുള്ളതാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരികയില്ല. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങൾ തരുന്ന അവിടുന്ന് ചിറകടി മറച്ചാട്ട് ആത്മീക ഭൗതിക നന്മകളാൽ ദൈവം നിറയ്ക്കണം. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തിയാട്ട്. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.